ആണും പെണ്ണും കേട്ട साहब, एयरपोर्ट जाने के लिए गाड़ी पहुंच गई। ഒരു കലാലയ വർഷം കൂടി അവസാനിക്കുകയാണ്. ഒരു ബാച്ച് കൂടി പടിയിറങ്ങുകയാണ്. യാഥാർത്ഥ്യവുമായി വളരെയേറെ പൊരുത്തപ്പെട്ട തലമുറയാണ് നിങ്ങളുടേത്. അത് നല്ല കാര്യമാണ്. ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് IT മേഖലയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് കൂട്ടിക്കിഴിച്ചിലുകൾ നടത്തുന്ന നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വേർപാടിനെക്കുറിച്ച് ഓർക്കാൻ നേരം കിട്ടുമോ എന്നറിയില്ല. നിങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ജീവിതം ആഘോഷമാക്കി മാറ്റിയ ഒരു തലമുറ ഇവിടെ പഠിച്ചിരുന്നു. ഡിഗ്രി ഇവിടെ നിന്നും വേർപെടുത്തുന്നതിന് മുമ്പാണ്. സത്യത്തിൽ ആ കാലമായിരുന്നു പുതിയ തലമുറയുടെ ഈ കാലമാണോ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്ന് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ കാലം തന്നെയാണ്. വിദ്യാഭ്യാസ കച്ചവടമാണ് അല്ലെന്നുമൊക്കെയുള്ള വാഗ്വാദങ്ങളും കയ്യേറ്റങ്ങളും നടക്കുന്ന ഈ കാലത്ത് നാം ഇവർക്ക് ഈ സച്ചന്റെ പ്രസംഗം തുടങ്ങി. അടിമപ്പെടുകയും നമ്മുടെ പൈതൃക സംസ്കാരം പിതാവിന് മുമ്പ് പൂജാതനായ ഏത് വത്സലപുത്രനാ വിളിച്ചേ? പിതാവിനെ മറക്കാത്തവരെ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ കാര്യം 14 വർഷം മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന കെമിസ്ട്രി ബാച്ച് ഒരു ഒത്തുകൂടലിന് വേണ്ടി നാളെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ പഠിപ്പിച്ചിരുന്ന അയ്യർ സാറിൻ്റെയും കെമിസ്ട്രി HOD-യായ ലക്ഷ്മി ടീച്ചറുടെയും മകൻ മുരളി പഠിച്ചിരുന്നത് ആ ക്ലാസ്സിലാണ്. മരിച്ചുപോയ മുരളിയുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചിട്ടുള്ള മ്യൂസിക് ക്ലബിൻ്റെ പുതിയ ബിൽഡിംഗ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ ഇനാഗുറേഷനാണ്. മുരളിയുടെ കൂടെ പഠിച്ചവർ മാത്രം പങ്കെടുക്കുന്ന ലഘുവായ ഒരു ചടങ്ങ് മതിയെന്ന് സാറും ടീച്ചറും നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് നിങ്ങളെ ആ ഫംഗ്ഷൻ ക്ഷണിക്കാതിരുന്നത്. അങ്ങനെ തങ്ങളുടെ സഹപാഠിയുടെ ഓർമ്മ പുതുക്കാൻ ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവിടെ മടങ്ങിയെത്തുകയും ഇവിടുന്ന് പല ബാച്ച് പോയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പൊ വരുന്നവന്മാര് പോയപ്പോ മാത്രം 2 ആഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനവരോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ്. അതല്ലടോ, പോകുന്ന പോക്കിൽ അവന്മാരെന്റെ കിടക്കയും ഫാനും അടിച്ചോണ്ടാ പോയത്. ഒരു കുപ്പി വൈനും അത്രയ്ക്ക് വേന്ദ്രന്മാരാ. ഇല്ലില്ല, ആരെയും വിളിച്ചിട്ടില്ല വേറെ. സുഖു, നീ ബോംബെയിലെ വലിയ ഡയമണ്ട് മർച്ചന്റ് ആണെന്ന് കേട്ടപ്പോ തടിച്ചു വീർത്ത ഒരു മാർവാടി ഫിഗറാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇതിപ്പോ മുഖത്തൊരു താടി കയറിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പഴയ വിപ്ലവ സ്മരണയ്ക്ക് വേണ്ടി വെച്ചായിരിക്കില്ലേ? അല്ല, വൈഫൊക്കെ എവിടെ? അത് അവിടെ ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ വേറെ ആരും ഇല്ലേ? അതാ കൊണ്ടുവരാത്തത്. അത് മോശമായിപ്പോയി. അവിടെ അമ്മ വെറുതെ ഓടിക്കരുത്, നിക്കാനാ പറഞ്ഞേ. അത് നമ്മുടെ BBC അല്ലേ? നിങ്ങളെയൊക്കെ പുതിയ രൂപത്തിൽ കാണാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അല്ല, നീ ബോംബെന്ന് പെണ്ണുകെട്ടിന്ന് അറിഞ്ഞല്ലോ. എന്നിട്ട് കുരുത്തം കെട്ടവൻ ആരുടെ ഒരു വിശേഷം അറിയാൻ സമ്മതിക്കില്ല. ഹസ്ബൻഡ് എവിടെ? ഓ, മുറിയിലുണ്ട്. അത് ഞാൻ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നിക്കടാ അവിടെ, നിക്കാനാ പറഞ്ഞേ. നിങ്ങളുടെ പഴയ റൂം കയ്യേറിയിട്ടുണ്ട്. 118.
വന്ന് കേറിയത് മുതൽ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ടാ. ഈ ചുവരിനും കട്ടിലിനും ഒന്നും പഴയ മണം വിട്ടുപോയിട്ടില്ല. സ്മെൽ ഓഫ് ഗുഡ് ഓൾഡ് ഡേയ്സ്. ഇന്ന് രാത്രി കറണ്ട് പോയാൽ നമുക്ക് ഒരുമിച്ചൊന്ന് കൂവണാളിയാ. നിനക്കിത് എന്ത് പറ്റി? സാർ വൈഫിനെ കുറിച്ച് ചോദിച്ചോ? ദേ, ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാരും ഒന്ന് കാണാൻ പോവാ. കുറച്ചു നേരത്തേക്കെങ്കിലും നീ നിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മറന്നേ പറ്റൂ. അതിന് തന്നെയാടാ ഞാനും ശ്രമിച്ചോണ്ടിരിക്കുന്ന. ആ എപ്പോ എത്തി? വന്ന് കരുതേ ഉള്ളൂ. കരഞ്ഞു കരഞ്ഞു കുഞ്ഞങ്ങ് തളർന്നു. പപ്പ എടുക്കാം. എന്തു പറ്റി ചിക്കുന്? സ്ഥിരം വരാറുള്ളത് തന്നെ, ത്രോട്ട് ഇൻഫെക്ഷൻ. ഇതും വെച്ച് ദുബായിൽ നിന്ന് ഇവിടം വരെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഫ്രണ്ട്ഷിപ്പിന്റെ ചൂടും ചൂരും ഒക്കെ ദുബായിലെ ശീതീകരിച്ച ക്ലാസ് റൂം പഠിച്ച് ഇവക്ക് മനസ്സിലാവോ? ഒടുക്കം പിടിച്ചു കെട്ടിയാ കൊണ്ടുവന്നത്. ഇല്ലയോടി? ഞാൻ ഏതായാലും ഈ ഫ്ലോറിൽ തന്നെ റൂം കിട്ടും നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വരാം. ശരി. ഹായ് മച്ചാ. ദീപക്, നീ വന്നോന്ന് ഞാൻ അറിഞ്ഞു. ആഫ്റ്റർ ലോങ് ഇയേഴ്സ് അല്ലേ? ഇതെന്റെ വൈഫ് ലെസ്. ഹലോ. ഹായ്, നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. താങ്ക് യു. നീ അമേരിക്കയിൽ ഒരു ബാൻഡിൽ ചേർന്നതും അവിടുന്ന് കെട്ടിയതും ഒക്കെ പയസ് വിളിച്ച് പറഞ്ഞായിരുന്നു. ഹോസ്റ്റലിലെ ബക്കറ്റിലും കോളേജിലെ ഡെസ്കിലും ഒക്കെ കൊട്ടിപ്പിടിച്ചത് വെറുതെ ആയില്ല അല്ലടാ? ആഹാ, പഴയ സഖാക്കൾ എല്ലാരും ഉണ്ടല്ലോ. അന്നമ്മ, നീ ഇപ്പൊ ഡിവൈഎഫ്കെയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി അല്ലേ? സമരത്തിന് പങ്കെടുത്തതും ഗ്രനേഡ് പൊട്ടി കാല് ഫ്രാക്ചർ ആയതും ഒക്കെ ഞാൻ പാർട്ടി ചാനലിൽ കണ്ടായിരുന്നു. ഇത് രാജശേഖരൻ. ഹലോ. പാർട്ടി ട്രഷറാണ്. അറിയാം. നിങ്ങളുടെ കല്യാണവും ചാനൽ ഗംഭീരമായിട്ട് ആഘോഷിച്ചതല്ലേ? നമ്മുടെ കോശിയല്ലേ? കണ്ടിട്ട് എനിക്ക് അത് മനസ്സിലായില്ല. പഴന്തുണി, നീ ആളാകെ മാറിപ്പോയല്ലോ. ഇത് സുഖു. നമസ്കാരം. ഇവന്റെ പഴയ കോലമൊക്കെ മാറി ആളങ്ങ് വൃത്തിയായി പോയി അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാ ചോദിക്കട്ടെ. അളിയ, ഞാനിപ്പോ അവളെയും കെട്ടി അവിടെ അപ്പന്റെ എസ്റ്റേറ്റ് നോക്കി നടക്കുക. പഴയതൊന്നും പറഞ്ഞ് ഭാര്യയുടെ മുമ്പിൽ നീ എന്റെ വില ഇടിക്കരുത്. ഭർത്താവിന്റെ പഴയ കോലം വേണമെങ്കിൽ കണ്ടു. ആ പഹയനെല്ലാം തകർത്തു. വലിയ ബുദ്ധിജീവിയായിരുന്നു. ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യുകയില്ല. വയസ്സേ തല്ലിപ്പൊളി. ഇത് വെറും ഫോട്ടോ അല്ലേ അളിയാ? നിന്റെ മുഷിഞ്ഞു നാറിയ ജുബയുടെ നാറ്റൊന്നും അറിയില്ല. ഇത് തൊടുപുഴ MLA സതീശൻ കഞ്ഞിക്കുഴിയല്ലേ? എന്തൊക്കെയാ ആവശ്യപ്പെട്ട വിശേഷങ്ങള്? നമുക്കൊക്കെ എന്തോ വിശേഷം. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. തന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പത്രത്തിലൂടെ വായിച്ചറിയുന്നുണ്ട്. വാസു, നീ ഇപ്പൊ എന്നാ ചെയ്യുവാ? ഞാനിപ്പോ MLAയുടെ പി ആണോ? നീ ഇപ്പോഴും എന്റെ വാല് തന്നെയാന്നോ? വെറുതെ അല്ല വാലുവാസു എന്ന് വിളിച്ചോണ്ടിരുന്നത്. ചേട്ടാ, കൂട്ടത്തിലൊരു ജനപ്രതിനിധി ഉണ്ടായിട്ട് ഇപ്പോഴാണോ വരുന്നേ? ഞങ്ങളിതാ മ്യൂസിക് ക്ലബിൽ ഇറങ്ങാൻ പോവായിരുന്നു, ഒറ്റ അട്ടി വെച്ചു. ബജറ്റ് സമ്മേളനം നടക്കല്ലേ, വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ പഴയ ചില കണക്കുകൾ തീർക്കാനുണ്ടല്ലോ, അതാ വന്നത്. ഇത് കഴിഞ്ഞ എന്നതാ പരിപാടി? ഇത് കഴിഞ്ഞാല് ഓഡിറ്റോറിയത്തില് ഗെറ്റ് ടുഗദർ, അവിടെ തന്നെ ഡിന്നറും. അത് കഴിഞ്ഞ് എല്ലാരും കൂടി ഹോസ്റ്റലിൽ സന്തോഷമായി തങ്ങിയിട്ട് നാളെ രാവിലെ മടങ്ങി. സോറി സർ, ബാംഗ്ലൂരിലെ പ്രോഗ്രാം കഴിഞ്ഞെത്തിയപ്പോ ലേറ്റ്. അതൊന്നും സാരമില്ല, ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഇറങ്ങിന്ന് പറഞ്ഞു. എനിക്ക് വരുന്ന വഴിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. താര, വാസു, നിന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യായിരുന്നു. കരയാതെ. എക്സ്ക്യൂസ് മീ, പയസിന്റെ മിസ്സസ് അല്ലേ? അതെ, ഞാൻ താര. പ്രിൻസി. മോളെന്തിനാ കരയുന്നേ? സുഖയില്ല. വണക്കം. താങ്ക് യു. ബിഷപ്പിന്റെ മീറ്റിംഗ് ഇപ്പോഴാ തീർന്നത്. ഞാനധികം ലേറ്റായില്ലല്ലോ? ഇല്ല. അച്ചോ, സതീശൻ.
ആഹാ പഴയ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ. നമസ്കാരം, മുരളിയുടെ ഫോട്ടോ ശരിക്കും ജീവനുള്ളതുപോലെ. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് 15 വർഷമായെന്ന് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ഇച്ചായ, ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം കഴിഞ്ഞാലുടനെ മോളെയും കൊണ്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകണം. എന്നാ പറ്റി? കാഞ്ഞിരപ്പള്ളിയിൽ നല്ലൊരു പീഡിയാട്രിഷ്യൻ ഉണ്ട്. രാത്രി 8 മണിക്ക് ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? താരാക്കുറിപ്പ്. എന്തു പറ്റി? ഒന്നുമില്ല. ശരിക്കും താര ഡോക്ടറോട് ബെഗ് ചെയ്തിട്ടാ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഇത് മോളുടെ കാര്യമാണേ, ഒരു ഒഴികഴിവും പറയരുത്. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. നീ ചെല്ല. എന്റെ മോളുടെ കാര്യത്തില് അവക്കെന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഇനി നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പഴയതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള വല്ല പരിപാടിയാണോ? അവസാനമായി, സ്കൂളിൽ പഠിച്ചിരുന്ന നാൾ മുതൽ ക്ലാസിക്കൽ ഡാൻസിന് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ തന്റെ നൃത്ത ചുവടുകൾ കൊണ്ട് ഈ കോളേജിലെ ഓരോ മൺതരിയെയും കോരിത്തരിപ്പിച്ച ഇന്ന് ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന നർത്തകിയായ നമ്മുടെ കൂടുതൽ റബ്ബർ ചേർക്കല്ലേ വാസു, വല്ലാണ്ട് വലിയുന്നു. റബ്ബറിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. മുൻ MLA-യും ഇപ്പോൾ മാവേലിക്കര MP-യുമായ അച്യുതക്കുറുപ്പിന്റെ മകൾ താരാക്കുറുപ്പ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒന്നിക്കണം എന്നുള്ളത് മുരളിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷം. വാസു പറഞ്ഞതുപോലെ ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. കൂടാതെ എറണാകുളത്ത് ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്. കല്യാണം ആയിട്ടില്ല. ഇത്ര പ്രൗഢിയും പത്രാസും ഒക്കെ ഉണ്ടായിട്ടും നീ എന്നതാ കുഞ്ഞെ ഇങ്ങനെ കെട്ടാതെ നിൽക്കുന്നത്? പറയേ, ഞങ്ങള് കേക്കട്ടെ. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. ജീവിതത്തിന്റെ വഴി ഒരിക്കൽ തെറ്റിയ പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്താലേ ശരിയായ വഴിയിൽ എത്താൻ പറ്റൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ഇത് മെത്രാനച്ചന്റെ ഇടയലേഖനം പോലെ ആയല്ലോ, ഒന്നും മനസ്സിലായില്ല. ഓ, ആരാത്? അതെ, കറുത്ത പർദ്ദയണിഞ്ഞ് ഒരു പെൻഗ്വിനെ പോലെ ഈ കോളേജിന്റെ ഇടനാഴികളിലൂടെ നടന്ന് നീങ്ങിയ റസിയ വന്നെത്തിരിക്കുകയാണ്. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. റസിയെ കാണാതായപ്പോ ഞങ്ങൾ അങ്ങ് തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാരും കഴിഞ്ഞ 10-14 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതെ, റസിയയ്ക്കും അത് പറഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ലക്ഷ്മിയും റസിയെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ആരും ഒന്നും അവളോട് ചോദിക്കില്ല എന്ന ഉറപ്പിലാണ് റസിയ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? റസിയ അവിടെ പോയിരുന്നോ? എന്താ അടുത്ത പരിപാടി? നിങ്ങൾ കോളേജിൽ പഠിച്ച ആ കാലം അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ പണ്ട് ടൂറിന് പോയപ്പോ പാടിയ പാട്ടില്ലേ, എല്ലാവരും അതൊന്നുകൂടി പാടണം. നിങ്ങളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ഒന്ന് കേക്കട്ടെ. ഒന്ന് പാടൂന്നേ. Come on, come to the mood. 1, 2, 3, 4.
லக்ஷ்மி, என்னம்மா இது? മുരളിയുടെ ഫ്രണ്ട്സ് பார்த்ததுം என் மனசு அவன் இப்போ உயிரோட இருந்திருந்தா இதே மாதிரி மனைவியோட அது பாக்குறதுக்கு நமக்கு பாக்கியம் கிடைக்கலையே. அதாதம்மா, பசங்களை ரொம்ப சந்தோஷமா இருக்கு. நம்ம இந்த மூடில் இருந்தா அவர் கூட என்ன ஆகும்? நம்ம துக்கம் நம்ம உள்ளில் இருக்கட்டும், அது யாருமே தெரிய வேண்டாம். അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു അല്ല അയ്യർ സാറും ലക്ഷ്മി ടീച്ചറും വരുന്നു. എന്താച്ചോ പാട്ടൊക്കെ ആയിട്ട് രാത്രിയിൽ എനിക്ക് കണ്ണു കാണാൻ മേലെന്നറിയത്തില്ലയോ? വായിക്ക് ഒഴിവുണ്ടായാലും ഇനി വൈൻ എടുത്ത് കുടിച്ചു കളയും. അതുകൊണ്ടാ പാടിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ്. അല്ല സാറും ടീച്ചറും ഇതുവരെ പോയില്ലയോ? ഞങ്ങള് മുരളിയുടെ ഗിത്താർ പാർലറിൽ വെക്കുകയായിരുന്നു. അവന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ അല്ലേ, അവന്റെ ആത്മാവും ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നത് പിടിയിരിക്കട്ടെ. അതേതായാലും നന്നായി. എന്നാല് ഞങ്ങള് കുട്ടികളെ കണ്ടൊന്ന് യാത്ര ചോദിച്ചിട്ട്. ആയിക്കോട്ടെ. എന്താണ് ദൈവത്തിൻ സ്തോത്രം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. വെറുതെ പറയല്ല, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇപ്പൊ ഞാനാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനും ഏറ്റവും ഫിറ്റായ മനുഷ്യനും ഒരാൾ തന്നെയാകുന്ന ശരിയല്ല. മനസ്സിലായല്ലോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എല്ലാരും ഉറങ്ങിന്നാ തോന്നുന്നത്. ഷടാ, ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ റൂമിലേക്ക് ചെല്ല്, ഞാനിപ്പോ വരാം. അധികം ലേറ്റ് ആവരുത്. ആ സുഖു, 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 സുഖു. മരിച്ചിട്ടില്ല, സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. 48 hours കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ? പോലീസിനെ ഇൻഫോം ചെയ്തില്ലേ? ഈ ഗിറ്റാറിന്റെ സ്ട്രിംഗ് സുകുമാരന്റെ കഴുത്തി കണ്ടത്. അതെടുത്ത് വെച്ചോ, ഫിംഗർ പ്രിന്റ്സ് എടുക്കാനുള്ളതാ. സർ, ഇതൊരു മെനക്കെടുത്തുന്ന കേസ് തന്നെ. കോളേജ് അടച്ചപ്പോ പിള്ളേരെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞെന്ന് കരുതിയതാ. അപ്പോഴാ പണ്ട് പഠിച്ചവന്മാരുടെ എഴുന്നള്ളത്ത്. തലവധി അല്ല എന്താ. നിങ്ങൾ ആ പെട്ടിയും മുന്നോട്ടൊക്കെ തപ്പി നോക്ക്. സർ,
മരുന്നിനെങ്കിലും എന്തെങ്കിലും കിട്ടാതെ വന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പുറത്താ ML നിപ്പുണ്ട്. ഇനി അയാളോട് സമാനം പറയണം. പണ്ടേ കാക്കി മാറ്റി കതറിട്ടാൽ മതിയായിരുന്നു. രണ്ടായാലും ജനങ്ങളെ ദ്രോഹിക്കണം. അതാണെങ്കിൽ മെയ്യനങ്ങനെ ചെയ്യായിരുന്നു. തെരച്ചിൽ മതിയാക്കി റൂം സീൽ ചെയ്തോ. കിട്ടാനുള്ളത് കിട്ടി, അങ്ങോട്ട് മാറിക്കോ. എന്തായി? ഇത് അവന്റെ ഡയറിയാ. ഇതിലെ ബോംബെയിൽ നിന്ന് പുറപ്പെടുന്ന മുമ്പ് അവൻ എഴുതിയൊരു കുറിപ്പുണ്ട്. ഞാൻ വായിക്കാം. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കായിരുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള പല വഴികളെ കുറിച്ചും ആലോചിച്ചു. അത് ചെയ്യാതിരുന്നത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. ഇന്ന് ഗെറ്റുവിനെ കുറിച്ച് അറിയിച്ചുകൊണ്ടുള്ള അയ്യർ സാറിന്റെ ഫോൺ വന്നിരുന്നു. ഭൂതകാലത്തേക്കുള്ളൊരു മടക്കയാത്ര അനിവാര്യമാണ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞാവാം. 1 മാസം മുമ്പ് അവന്റെ ബംബ്രാത്ത് ഡൈവേഴ്സും വാങ്ങിച്ച് ഒരുത്തൻ്റെ കൂടെ പോയി. അതിന്റെ മനപ്രയാസത്തിലാ. അതും ഡയറിയിലുണ്ട്. സാർ, എനിക്ക് ആ ഡയറി ഒന്ന് കാണോ? എന്തിനാ? ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. എന്താ സാറ് വല്ലതും കണ്ടായിരുന്നു? വെറുതെ ഊഹാപോഹങ്ങൾ പറയരുത്. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. സംശയിക്കാനാണെങ്കിൽ പലരെയും സംശയിക്കേണ്ടി വരും. ആ ഗിറ്റാർ ഇവിടെ കൊണ്ടുവച്ചവരെ ഉൾപ്പെടെ. അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ നടന്നത് ഒരു ആത്മഹത്യാ ശ്രമമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതറിയണമെങ്കിൽ അവന്റെ ബോധം തെളിയണം, അവന്റെ മൊഴി എടുക്കണം. അതുവരെ ഈ ഫംഗ്ഷന് വന്നവർക്ക് ആർക്കും ഇവിടം വിട്ടു പോകാൻ പറ്റില്ല. ഇനി അഥവാ അവന്റെ ബോധം തെളിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും. എന്റെ കർത്താവേ, അച്ഛൻ എപ്പോഴാ സംഭവം അറിഞ്ഞത്? ഇന്നലെ ഉറക്കത്തിൽ നിന്ന് പയസിന്റെ നിലവിളി കേട്ടാ ഞെട്ടി എഴുന്നേറ്റത്. അത് പയസിന്റെ നിലവിളിയായിരുന്നെന്ന് എങ്ങനെ മനസ്സിലായി? രാത്രിയായാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല സാർ. ഇപ്പൊ തന്നെ ഈ കണ്ണട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാ. കണ്ണിന്റെ പവറും കൂടി കർത്താവ് എനിക്ക് ചെവിക്കാ തന്നിരിക്കുന്നേ. അത് ശരി. ഞാനും അച്ഛനും തമ്മിൽ ഇപ്പൊ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? എന്റെ ശബ്ദം കേട്ട് പറയാവോ? ഞാൻ നിൽക്കുന്നിടത്ത് നിന്നും സാറ് നിൽക്കുന്നിടത്തേക്ക് ഒരു 4 അടി ദൂരമുണ്ട്. ഇപ്പൊ സാറ് നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ നിൽക്കുന്നിടത്തേക്ക് 8 അടി ദൂരമുണ്ട്. അതെങ്ങനെ ശരിയാവും? ക്രിസ്തുമസിൽ നിന്ന് ന്യൂ ഇയറിലേക്ക് 7 ദിവസങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ ന്യൂ ഇയറിൽ നിന്ന് ക്രിസ്തുമസിലേക്ക് 358 ദിവസങ്ങളില്ലയോ? ചെവിക്ക് മാത്രമല്ല, ബുദ്ധിക്കും കൂടി ആ പവർ കിട്ടിയിട്ടുണ്ട്. പിള്ളേരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണ്ടായോ സാറേ? ആരാ ഈ പയസ്? ഞാനാ. പാതിരായ്ക്ക് ഡോക്ടറെ കാണാൻ പോയിട്ട് വരുന്ന വഴി സുകുമാരന്റെ റൂമിൽ ലൈറ്റ് കണ്ടു എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ലല്ലോ. ആ നേരത്തെ സുകുമാരനെ കണ്ടിട്ട് അത്രയ്ക്ക് അത്യാവശ്യം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓഹോ, ഇക്കൂട്ടത്തിൽ സുകുമാരന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അറിയാതിരിക്കില്ലല്ലോ. പറ. അത് ഒരു മിനിറ്റ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവന് ബോധം തെളിയുന്നത് വരെ ഒറ്റ ഒരുത്ത ഇവിടം വിട്ടു പോകരുത്. സയന്റിഫിക് എക്സ്പേർട്സ് ഒന്ന് തെളിവെടുപ്പ് നടത്തിക്കോട്ടെ. വിളിപ്പിക്കേണ്ടവരൊക്കെ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോളാം. ആയിക്കോട്ടെ. സുഖു ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വിഷമത്തില് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ് സർ. എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ അവന്റെ മുറിയിൽ പോയിരുന്നത്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ അവനാണെന്നാണ് എന്നോട് പറഞ്ഞത്. പോലീസുകാർ പറയുന്ന പോലെ അതൊരു സോളിഡ് എവിഡൻസ് അല്ലായിരിക്കാം. പക്ഷേ ആ സമയത്ത് അവൻ ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല. അതെനിക്ക് ഉറപ്പാ. ഇനി അഥവാ ആത്മഹത്യാ ശ്രമമാണെങ്കിൽ ഞാൻ അവന്റെ റൂമിൽ നിന്ന് പോന്നതിന് ശേഷം അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് കളഞ്ഞ എന്തോ ഒന്ന്. ഇനി
അതൊരു ആത്മഹത്യാശ്രമം അല്ലെന്ന് വെക്ക്. ആർക്കായിരിക്കും ഇത്രയും വർഷം നീണ്ട പക അവനോട് ഉണ്ടായിരിക്കുക? പയസ്, നിനക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? പഠിക്കുന്ന കാലത്തെ സുഖവും താരയായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സാറിന് അറിയായിരുന്നല്ലോ. ഇന്നലെ രാത്രി തന്നെ മോളെ ഡോക്ടറെ കാണിക്കണമെന്ന് താരയാ നിർബന്ധിച്ചത്. അത് എന്നെ ഇവിടുന്ന് മാറ്റി സുഖുവിനെ ഒറ്റയ്ക്കാക്കാനാണോ എന്നെനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. വന്നപ്പോ മുതലുള്ള സതീശന്റെ പെരുമാറ്റത്തിലും സസ്പിഷ്യസ് ആയി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഞാൻ എസ്ഐയോട് പറയാൻ തുടങ്ങിയതാ. അപ്പോഴാ സതീശൻ ഇതിന്റെ കുരുക്കഴിക്കേണ്ടത് ഇവിടുന്നല്ല, നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തുനിന്നാണ്. പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും കഷ്ടം തന്നെ, കോളേജ് തുറന്നില്ല, അതിന് മുമ്പ് തുടങ്ങി. വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുണയട്ടെ. ഇന്ന് സ്ട്രൈക്ക് തന്നെയാണോ? SFK സിന്ദാബാദ്, വിദ്യാർത്ഥി സമരം സിന്ദാബാദ്. എന്നതാണ് സ്ട്രൈക്ക്? ഇവിടെ കിടന്ന് തൊണ്ട കയറുന്ന സമയം കൊണ്ട് ആ പള്ളിയിൽ പോയിരുന്ന ഒരു ജപമാല ചൊല്ലരുത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലച്ചോ. മതങ്ങൾ ഉണ്ടായിട്ട് എത്ര കൊല്ലങ്ങളായി, എന്നിട്ട് ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് നോക്ക്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിന്റെ കോലം നോക്ക്. ഞാൻ അയാളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഷാരി മേരി രണ്ടുപേരും ഉണ്ടല്ലോ. നമുക്കിന്നൊരു ദീപേ, സ്ട്രൈക്ക് ആയിട്ട് ആക്ച്വലി എന്താ പരിപാടി? എന്ത് പരിപാടി? അല്ല, എന്റെ ജീപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവാം, ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം. ഇനി അതും അല്ലെങ്കിൽ ആരും കാണാതെ വേറെ എവിടെയെങ്കിലും. ഭാവി തലമുറയെ വാർത്തെടുക്കാൻ യുവാക്കൾ ഒരുമിച്ച് നീങ്ങണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. അമ്മയും പെങ്ങളും ഇല്ലേടാ. അതിപ്പോ തനിക്കില്ല, അച്ഛനും ആങ്ങളമാരും ഒക്കെ എന്ന് വെച്ചാൽ അവര് മതി. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും കച്ചവടത്തിനുമെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാട്ടുകള്ളന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള സർക്കാരിന്റെ നെറികെട്ട നീക്കത്തിനെതിരെ ഇന്ന് SFK സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറങ്ങണം, എല്ലാവരും ഇറങ്ങണം. സാറെവിടെ പോന്നു? ഇന്ന് സ്ട്രൈക്ക് അല്ലേ? പക്ഷേ ഞങ്ങൾക്ക് പഠിക്കണമെങ്കിലോ? താരെ വെറുതെ ഓവർ സ്മാർട്ട് ആകല്ലേ. കോളേജ് മുഴുവൻ പഠിപ്പ് കൊടുക്കുമ്പോ എന്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രം ഇറങ്ങാതിരുന്ന? കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും തന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതേ നിങ്ങളുടെ നേതാക്കന്മാര് ദുസ്വപ്നം കാണുമ്പോ പഠിപ്പ് മുടക്കാനല്ല. കാണിക്കല്ലേ, വെള്ളത്തിലിറക്കിയ സഖാവേ, ഈ വിരട്ടിൽ കണ്ട അന്റാർട്ടിക്ക വിഴുങ്ങിയ പോലെ നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ സഖാവ് കണ്ടിട്ടുണ്ടാവും. താരെ ആ കൂട്ടത്തിൽ കൂട്ടല്ലേ? എന്താണ് പ്രശ്നം? ആരാ താരയെ പഠിക്കാൻ സമ്മതിക്കാത്തത്? നിനക്കെന്താണ് ഇതിൽ കാര്യം? എനിക്കെന്താ ഇതിൽ കാര്യം? ഞങ്ങളുടെ ആരാധ്യനായ മൂവാറ്റുപുഴ MLA യും പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹവുമായ കുറുപ്പ് സാറിന്റെ മകളുടെ കാര്യത്തിൽ എനിക്കെന്ത് കാര്യം എന്ന് ചോദിക്കാൻ നിനക്കെന്ത് കാര്യം? സതീഷ, ഇതിൽ പാർട്ടി രാഷ്ട്രീയമൊന്നുമില്ല. ഇത് ഫൈനൽ ഇയർ ആണ്. ഞങ്ങൾക്ക് പഠിക്കണം. നാളെ നിങ്ങൾ സ്ട്രൈക്ക് നടത്തിയാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ല. ഇറങ്ങരുത്. അതിന് ഞങ്ങൾ ഇവിടെ സ്ട്രൈക്ക് നടത്തുന്നു. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. താര ധൈര്യമായിട്ടിരുന്ന് പഠിച്ചോ. കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖിനെ എതിർത്ത അമേരിക്കയെ പോലെ താരയുടെ കൂടെ എന്നും ഈ സതീശൻ കഞ്ഞിക്കുഴി ഉണ്ടാവും. സത്യം. ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടം കണ്ടിട്ട് തന്നെയാണ് നിന്റെ ഈ ശുഷ്കാന്തി എന്ന് ഞങ്ങൾക്കറിയാം. MLA മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ല. എന്ത് ചെയ്യുന്ന ധൈര്യം ഉണ്ടെങ്കിൽ വേണ്ട നെഞ്ചത്തിട്ട് നോക്കിയിരിക്കടാ. കൊണ്ടോടാ അടിയളിയാ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടായോ? ഒന്നും പറ്റിയില്ല, എനിക്കും പറ്റില്ല. ഓ, നീ ഉണ്ട് ഈ മൂരാച്ചികളിലൂടെ ഹോസ്റ്റലിനടുത്താ വീടുന്നത്, മറക്കണ്ട. വെറുതെ പണി വാങ്ങിക്കല്ലേ. എന്റെ ഒരു ബുക്ക് കാണുന്നില്ല, അത് നോക്കായിരുന്നു. പഠിക്കുന്നവര് പഠിക്കട്ടാ. ഇവളുമാര് പഠിക്കാനൊന്നും പോകുന്നില്ല. പൈസ അടിയാ കൂട്ടമണി.
കുറെ നാളായി ആ താര നമ്മളായിട്ട് ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. അവക്കിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. നിനക്കിത് വേണം. അവളുടെ ഗാംഗിലെ ആ കുട്ടിക്കൂറ സുന്ദരി നീനയെ പണ്ട് ഞാനൊന്ന് ലൈൻ അടിക്കാൻ ശ്രമിച്ചപ്പോ എന്തായിരുന്നു അളിയന്റെ ഉടക്ക്? അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് സ്ട്രൈക്ക് മുടക്കികളുടെ കൂട്ടത്തില് ഒരുത്തിയെങ്കിലും കുറഞ്ഞേനെ. അല്ല, നീനയുടെ കാര്യത്തിൽ ഇനി ആയാലും സമയമുണ്ട്. പണ്ടത്തെ പോലെ അവള് നമ്മുടെ ക്ലാസ്മേറ്റ് ആണെന്നും പറഞ്ഞ അളിയൻ ഇടയിൽ കയറി പാര പണിയാതിരുന്നാ മതി. എന്റെ കാര്യത്തിന് വേണ്ടി നീ ഇത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ. അളിയ, അതല്ലടാ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഇന്ന് തന്നെ നീനെ വിളിച്ച് അവളെ എങ്ങാനും നീ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഈ കൈ ഞാൻ അറിഞ്ഞോളെ. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ സന്യാസിനി. എന്തുവാടാ ഇവിടെ ഗാനമേളയാണോ? എടാ പഴന്തുണി, നിനക്ക് എന്ത് പറ്റിയടാ? അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിലെ സുഷമയുടെ കല്യാണം കളിയാ. അതിന് നീ എന്തിനാ എത്ര വികാരാധീനാവുന്നു? എടാ, നീ അവളുമായിട്ട് പ്രേമത്തിലായിരുന്ന? അവൾ അറിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കുകയായിരുന്നു. ആർക്ക് പ്രേമനൈരാശ്യം വന്നാലും എന്റെ തൊണ്ടയ്ക്കാ പാട്. ഇപ്പൊ തന്നെ 8ാമത്തെ തവണയാ എന്നെ കൊണ്ട് സന്യാസിനി പാടിക്കുന്നത്. പോട്ടെ, അച്ഛൻ തിരക്കുന്നുണ്ടാവും. നിങ്ങൾ വരുന്നോ? അത്താഴം വീട്ടിൽ നിന്നാവാം. എന്നിട്ട് വേണം കാലത്തെ ക്ലാസ്സിൽ നിന്ന് കച്ചറ ഉണ്ടാക്കിയ അയ്യർ സാറിന്റെ എരിവും ചൂടുള്ള വഴക്കായിട്ട് വയറ് കയറാൻ. അതിലും ഭേദം ഓസപ്പന്റെ ഉണക്ക ചപ്പാത്തിയാണ്. അച്ഛനോട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞോളാം. അയ്യോ, ചതിക്കല്ലേ. മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞങ്ങളുടെ ഭാഗം പറയാൻ അയ്യർ സാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇല്ലാതാക്കല്ലേ. ഞാൻ ആലോചിക്കട്ടെ. മുരളി നിക്കടാ. പഴയ പഴന്തുണി, ഇപ്പൊ സുഷമയെ മാത്രമേ നിനക്ക് കിട്ടായിരുന്നുള്ളൂ. ഇനിയും വൈകിയാ ഫുഡും കിട്ടൂല. വേഗം വന്ന് വല്ല ഞണ്ണാൻ നോക്ക്. ഒരു സഹപാഠിയുടെ കവിത അയാളുടെ അനുവാദമില്ലാതെ ഞാൻ ട്യൂൺ ചെയ്ത് പാടുകയാണ്. ഹലോ 1 2 3 4 മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, ഒരറിയിപ്പുണ്ട്. BSUവിന്റെ കരുത്തുറ്റ പോരാളി സതീശൻ കഞ്ഞിക്കുഴി ഈ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗ്രീൻ റൂമിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹത്തെ കാണാൻ 3 അഖിലേന്ത്യാ നേതാക്കൾ എത്തിയിട്ടുണ്ട്. അടുത്തതായി 2 തവണ തുടർച്ചയായി കലാതിലക പട്ടം നേടിയ ഈ കോളേജിന്റെ നാട്യമയൂരി താരറാണിയുമായ താരാക്കുറുപ്പ് അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം. रणरंगनाट्य
பாட்டு கட்டி ஆட போறேன் வந்தெண்ட பால்காரே அடடா பசுமாட்ட பத்தி பாட போறேன் புது பாட்டு கட்டி ஆட போறேன் താരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന്മാര് നിന്നോട് മാപ്പ് പറയും. മാപ്പ് പറഞ്ഞോണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല സാർ ഇത്. ഞാൻ പറയുന്നത് ആരും മാപ്പ് പറയാൻ പോന്നു. കേട്ടില്ലേ? ഇതോടെ സാറിന്റെ റോള് തീർന്നല്ലോ. ഇനിയൊക്കെ ഞാൻ ചെയ്തോളാം. പടി താരെ പോകരുത്. മുരളി മാറി നിൽക്ക്. ഇങ്ങനെ വെറിയിടാകല്ലേ, ഞങ്ങളൊക്കെ താരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല മുരളി. പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ച് ആരെ ഇൻസൾട്ട് ചെയ്യുന്നുള്ള അഹങ്കാരവന്മാർക്ക്. ഇതെനിക്ക് വിട്ടെന്നെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം. താര ഇവിടെ നിന്നേ. ഇല്ല ടീച്ചർ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രായത്തിന്റെ അറിവ് വെച്ച് പറയാ. നിസ്സാര പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഇതൊക്കെ വെറും തമാശകളല്ലേ. കുറച്ചു കഴിഞ്ഞ് കുട്ടിയും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോ ഓർത്ത് ചിരിക്കാൻ തോന്നുന്ന വെറും തമാശകള്. ആ ഒരു സെൻസിലെടുത്ത നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീരും. ലക്ഷ്മി, பிரின்சிபல் அச்சு ஓகே. கெமிஸ்ட்ரி ஹெட் ஆஃப் தி டிபார்ட்மெண்ட் நான் எங்கிட்ட தான் இந்த ப்ராப்ளம் சால்வ் பண்ண சொல்லி வச்சிருக்கு. ஆஃப்டர் ஆல் யூ ஆர் எ லெக்சரர். நீ எதுக்காக இன்டர்ஃபியர் பண்ணணும்? ஹூ கேவ் யூ தி பெர்மிஷன் டு டு சோ? അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴേ ഈ പ്രശ്നമാണെന്ന് തോന്നുന്നതൊക്കെ പിന്നീട് ഓർത്ത് രസിക്കാനുള്ള കുട്ടിക്കളികൾ മാത്രമാണ്. ഇതൊക്കെ ആ സെൻസിലെടുത്താൽ മതി. ഇപ്പൊ തന്നെ ജീവിതകാലം മുഴുവൻ ഓർത്ത് രസിക്കാനുള്ള കുറെ തമാശകൾ ഇവന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. അതിനു പകരം ഞാനും എന്തെങ്കിലുമൊക്കെ തമാശകൾ ഇവർക്ക് കൊടുക്കണ്ടേ സാറേ? പ്ലീസ് മുരളി ഇതിൽ ഇടപെടണ്ട. ഞാൻ പറയണമെന്ന് കേക്ക്. സാർ വെറുതെ അപ്സെറ്റ് ആവണ്ട. താരക്കല്ലെങ്കിലും കുറച്ച് മുൻകോപം കൂടാല. അത് ഞാനവളെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. വാടാ. സതീശനെ കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ ഏഷണിക്കാരനാണ്, തൊഴുത്തിൽ കുത്തിയാണ്, കുളം കലക്കിയാണ്. ഒടുക്കം നിന്റെ വക്കാലത്ത് കൊണ്ടുപോകാൻ അവൻ തന്നെ വേണ്ടി വന്നു. ഏതവനെ അർദ്ധരാത്രിക്ക് ആരാ? നിനക്ക് എന്താ വേണം? ഭാസ്കരൻ കൊണ്ടൊരു കരച്ചിലല്ലേ? ആണോ? അയാൾ കഴിഞ്ഞ തവണ ഇങ്ങനെയല്ലല്ലോ കരഞ്ഞത്. വ്യത്യാസം കാണും. ഇത് സുഖൂന്റെ ഇടിയാ. ഒരു സുഖമില്ലാത്ത ഇടിയാടാ. What's going on here? Sorry. നിന്റെ അച്ഛനല്ലോ കരക്കാരുടെ അച്ഛനല്ലേ? അയാൾക്ക് ലോകം എടുത്തിട്ടില്ലേ? ആരുടെ അച്ഛനെ തല്ലിയത്? തല്ലിയല്ലേ? കൊള്ളാം, നിനക്ക് ധൈര്യമുണ്ട്. പോയടിച്ചു. ഒരാവശ്യമില്ലായിരുന്നു, പല്ലൊന്ന് പോയി. നല്ല ബെസ്റ്റ് ഓട്ടം. ഈ ഭാസ്കരൻ ആരാന്നാ പറഞ്ഞ? ഗുണ്ട. ഉണ്ട മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തല്ലുണ്ടാക്കിയിട്ടുള്ളതല്ലേ? മുതലും പലിശയും ചേർത്ത് ആരാ തിരിച്ചു തന്നെന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. ഇനി അത് ആരെങ്കിലും ചെയ്യിച്ചതോ മറ്റോ ആണോ എന്ന് വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ല സർ. അതെവിടുത്തെ ന്യായമാ? നിങ്ങളുടെ മുറിയിലല്ലേ ഇവർ ആദ്യം കയറിയത്? ആൻഡ് ദർ ഈസ് നോ റിയാക്ഷൻ വിതൗട്ട് ആക്ഷൻ എന്നാണ് പിന്നെ ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത്.
ആരെ സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോ. അവർക്കെതിരെ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കണം. സാറ് വെറുതെ കഷ്ടപ്പെടണമെന്നില്ല. സതീശനും താരയാണിത് ചെയ്യിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്നതിന് തെളിവല്ലോ? തെളിവുണ്ടാവില്ലല്ലോ. കാരണം ഒന്ന് ഇവിടുത്തെ MLA-യുടെ മകളും ഒന്ന് ഭാവിയിൽ MLA ആകും എന്ന് കരുതി സഭ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടി നേതാവും. എന്തിനാ അച്ചോ അന്വേഷണം എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രഹസനം? ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. നിങ്ങൾ വീണ്ടും ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ? കൊടുക്കൽ വാങ്ങലിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇത്തിരി കണിശക്കാരാണെന്ന് സാറിന് അറിയാലോ. മുതലും പലിശയും ചേർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാനും ഞങ്ങൾക്കറിയാം. വടാ സുഖം. അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അച്ചു? മീറ്റിംഗ് ഈസ് ഓവർ. പാമ്പുകൾക്ക് മാളമുണ്ട്, SFK-കാർക്ക് പരിക്കുമുണ്ട്. കാലുമാത്രം ഒഴിഞ്ഞിട്ടില്ല. അതെ, നിങ്ങളൊക്കെ ഇപ്പൊ കെമിസ്ട്രി മാറി മാത്സ് ആയോ? അല്ല, മുഖത്തൊക്കെ കൂട്ടിയും കുറച്ചിട്ടിരിക്കുന്നു. ഏതായാലും കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിയിട്ടില്ല. പെമ്പിള്ളേരുടെ വോട്ട് കിട്ടാൻ വേണ്ടി വെറുതെ കെട്ടി വെച്ചിരിക്കുക. ഇത്തരം ചീപ്പ് നമ്പേഴ്സ് ഒന്നും ഇവിടെ ചെലവാവില്ലടും. കാമദേവാ, പയസേ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ നടന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ വേണു പറഞ്ഞു. ഞാനിപ്പോ തന്നെ കാണാം. എന്റെ പൊന്നു റസിയ, തന്റെ മുഖം ഞങ്ങളൊന്ന് കണ്ടു എന്ന് വെച്ച് ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി തന്നെ തള്ളിയിട്ടെന്ന് പറഞ്ഞു വേണം തന്റെ ആൾക്കാർ രാത്രി ഹോസ്റ്റലിൽ കയറി മേയാൻ. എന്തിനാ സുഖു താരയോടുള്ള ദേഷ്യം പാവം പെൻകുനോട് തീർക്കുന്നത്? ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലടാ. ഒക്കെ ഒറ്റക്കെട്ടാ. ഇന്നലെ ഒരുപാട് തല്ലിയിട്ടായിരുന്നു. അതെ, എണ്ണാൻ പറ്റില്ല. ഇനിയും കിട്ടുമ്പോ എണ്ണീട്ട് പറയാം പോരെ? എന്റെ ബിന്ദു ബാലേന്ദ്ര, വെറുതെ അല്ല നിന്നെ എല്ലാരും BBC വിളിക്കുന്നത്. ഞാൻ വെറുതെ കുശലം ചോദിച്ചല്ലേ. നല്ല ബെസ്റ്റ് കുശലം. യുവന്മാരെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഞാനാ. വിശേഷം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അതെ, നിന്റെ നട്ടും ബോൾട്ട് കളിക്കി കിടക്കുക. ഒരു ദേഹളക്കല്ലേ. ഓടാ. സഖാവിന്റെ ഒരു സഹായം വേണം. ആ താര വന്നോ? രമണി, താരമോൾക്ക് പാലെടുത്ത് വെക്കേ. ഞാനന്നൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായി ഇത്തിരി മോശം ഈ ബ്രദറാ. അതുകൊണ്ട് അവന്റെ മോന് ഈ ജോലി കിട്ടിയ അതൊരു വലിയ സഹായമാവും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ വിളിക്കുമ്പോ ഒന്നോടെ പറയാം. ഓ, ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഭരതത്തിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? അങ്ങനെയൊന്നും പറയണ്ട. അമരത്തിലെ മമ്മൂട്ടി എന്താ മോശമായിരുന്നോ? മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും വേഗം ഒന്ന് പോയേ. വൈകുന്നേരം മുഴുവൻ കറങ്ങേണ്ടി ആവും. നല്ല ക്ഷീണം, ഉറക്കം വന്നിട്ട് വയ്യ. അല്ലെങ്കിൽ തന്നെ 9 മണി കഴിഞ്ഞാൽ നിന്റെ കണ്ണെന്നാ നേരെ നിന്നിട്ടുള്ളേ. ഒന്ന് പോയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുകളിലെ 3ാമത്തെ മുറിയാ. നീ എന്താ കളിക്കുന്നു? എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. അങ്ങനെ എന്റെ ഒരു സ്വപ്നം സഫലമായി. എന്റെ അമ്മോ, എന്തൊരു സ്ട്രക്ചറിന്റെ അളിയാ. വൃത്തികെട്ടവനെ, വർഗശത്രുവിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നോളാം. ഒന്ന് പൊക്കണം. എന്തൊരു വെയിറ്റ്. ഭരണപക്ഷത്തെ കരുത്തനായ MLA-യുടെ മകളല്ലേ, എങ്ങനെ വെയിറ്റ് കാണാതിരിക്കും? എന്റെ അമ്മോ. താരേ, താരേ, എന്താ കുട്ടി ഇത്?
ചെയ്തത് എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? അപ്പൊ പിന്നെ അന്ന് താരയുടെ സതീശന്റെയും പേര് വിഴുങ്ങിയ പോലെ അച്ഛൻ ഇതും വെള്ളം ചേർക്കാണെങ്കിൽ വിഴുങ്ങിക്കും. പക്ഷെ സുഖു തിരക്ക് കൂട്ടണ്ടച്ചോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആളെ അയച്ചാൽ മതി, ഞാൻ ഗ്രൗണ്ടിനടുത്തുണ്ടാവും. കൊടികളുടെ എണ്ണത്തിലോ പ്ലക്കാർഡുകളിലോ അല്ല കാര്യം. നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോടുള്ള ആവേശവും അതിന്റെ കരുത്തും. അതാണ് നാളെ കളക്ടറേറ്റിന് മുന്നിൽ കാണേണ്ടത്. ഗുരുകുല സമ്പ്രദായത്തിൽ ശിഷ്യഗണങ്ങൾ ഗുരുക്കന്മാരുടെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസിക്കാറുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാരമ്പര്യത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ട് എന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി കോളേജിൽ അന്തി ഉറങ്ങിന്ന് കേട്ടപ്പോ എന്റെ സകല രോമങ്ങളും ഇതാ കണ്ടില്ലേ, പെടച്ചുപോയി. നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. സാറിന് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, പ്രിൻസിപ്പളിനോട് നീ എന്താ പറഞ്ഞേ? തെളിവില്ലാന്നോ? കേരള പോലീസിന്റെ 3-ാം മുറിയുടെ സുഖം മോൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്റെ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ SFKക്ക് 6 അടി നീളത്തിൽ ഒരു രക്തസാക്ഷിയെ കൂടി കിട്ടിയേനെ. പിന്നെ ഈ ഇഷ്യൂ പുറത്തറിഞ്ഞ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് മേട്രനും പ്രിൻസിപ്പളൊക്കെ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ. നീ ജയിച്ചു എന്ന് കരുതണ്ട. അഹങ്കാരത്തിന്റെ ഈ ചിരി അധികാലം ഈ മുഖത്തുണ്ടാവില്ല. താരയാ പറയുന്നേ, ഓർത്തോ. അല്ല അതെ താര, ഒന്ന് നിന്നേ. ദേഷ്യപ്പെടുകയല്ല, ശരിക്കും താൻ എന്നോട് നന്ദി പറയാണ് വേണ്ടത്. ഹോസ്റ്റലിൽ നിന്ന് എടുത്തോണ്ട് വന്നുവെന്ന് മാത്രമല്ല, കോളേജ് തുറന്ന് രാവിലെ ആദ്യത്തെ സ്റ്റുഡന്റ് വരുന്നവരെ തന്റെ മോഹന നിദ്രയ്ക്ക് കാവലിരിക്കുകയും ചെയ്തു. തടി കുറയ്ക്കണം കേട്ടോ, എന്തൊരു മുടിഞ്ഞ ഭാര. പിന്നെ കൂർക്കം വലി ഉള്ളതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ പറ്റി. പട്ടയടിച്ചിട്ട് നമ്മുടെ പഴന്തുണി കൂർക്കം വലിക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു പെണ്ണ് കൂർക്കം വലിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ മുറി വന്നപ്പോ എന്തായിരുന്നു കിടപ്പ്. അത് കണ്ട് യവന്മാരൊക്കെ വയലന്റ് ആവുമെന്ന് ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഞാനാണൊരു പുതപ്പെടുത്ത് പുതപ്പിച്ച് കണ്ണുകൊണ്ടുള്ള യവന്മാരുടെ ലീലാവിലാസങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഈ സൗന്ദര്യ സമ്പത്തിന് കാവലിരുന്നപ്പോ എന്റെ മനസ്സ് പോലും എത്ര തവണ പതറിപ്പോയെന്നറിയാവോ? അതെ, അച്ഛനോട് പറഞ്ഞ പോലീസുകാർ വരും, അവരുടെ പുറകെ പത്രക്കാരും. അവരെന്നെ കൊണ്ട് ഈ ഡീറ്റെയിൽസ് മുഴുവൻ പറയിച്ച് അത് ഫീച്ചർ ആക്കുകയും ചെയ്യും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിനക്കൊരു പണി വെച്ചറിയില്ല. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്, സിപിയെ വെട്ടിയ നാടാണ്, സിപിക്ക് പോയത് മൂക്കാണെങ്കിൽ, കരിങ്കാലി മുഖ്യ സൂക്ഷിച്ചോ, തലപോകാതെ സൂക്ഷിച്ചോ. SFK സിന്ദാബാദ്, SFK സിന്ദാബാദ്, കളക്ടറേറ്റ് മാർച്ച് സിന്ദാബാദ്. ആരാ പറഞ്ഞ ക്യാമ്പസിനുള്ളിൽ കിടക്കാൻ? പോലീസ് പുറത്തു പോകണം. അഞ്ജലി, പോലീസ്, നമ്മൾ പോലെ പോലീസ്, പോലീസ്, പോലീസ്. എന്നാ പിന്നെ പോലീസ് അടിക്കണ്ടോ? എന്നെ സമ്മതിച്ചു സതീഷ. അതാടാ ഈ കഞ്ഞിക്കുഴി കണ്ടില്ലേ? പരിപാടി പോലീസ് ഇങ്ങോട്ടാ. അയ്യോ, നമുക്കൊന്നും അറിയില്ല.
റസിയ അങ്ങോട്ട് പോരുന്നവിടെ പോലീസ് ഉണ്ട്. റസിയ അങ്ങോട്ട് പോരുത്. റസിയ കോളേജിൽ ലൈബ്രറി ഉള്ളതിന്റെ പ്രയോജനം ഇപ്പോഴാണ് മനസ്സിലായി. മുരളി മുരളി സാർ മുരളി സാർ கண்ணா 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 ஒரு கிளாஸ்மேட் தெரியலையா? அப்புறம் ஏன் இன்ஹேலர் எடுக்காம வந்தது? எப்போ நான் சொல்லது இல்லையா? லட்சுமி அப்ப ஓகே தான், நீ ஏன் சண்டை போடுறேன்? கண்ணா நீ ஓகே தானடா? ஓகே தானே? அவன் ஓகே தான், ஓகே தான். ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അക്രമം കാണിക്കുന്നത്? പിള്ളേര് പോലീസിനെ കല്ലെറിഞ്ഞ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അവനെ കിട്ടിയാൽ മതി, SFKയുടെ നേതാവിനെ. That is your bloody business. നിങ്ങളും സമരക്കാരും തമ്മിലുള്ള ഇഷ്യൂ. അതിന്റെ പേരിൽ കോളേജിനകത്ത് കയറാനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തലിച്ചടയ്ക്കാനും ആരാ നിങ്ങൾക്ക് ലൈസൻസ് തന്നു? പോലീസുകാരിൽ പഠിപ്പുള്ളവരില്ലയോ സാറേ? ലെക്ചർക്ക് കോളേജിൽ എന്നതാ കാര്യവും ചോദിച്ചായിരുന്നു അടി. സോറി സാർ. നോ മോർ അപ്പോളജീസ്. നിങ്ങൾ ഇപ്പൊ ഈ ക്യാമ്പസ് വിട്ട് പോകണം. ഇറ്റ്സ് മൈ ഓർഡർ. ദേവസി ക്ലാസ് റൂം ഒക്കെ പൂട്ട്. You better get up and disperse. Come on. ചന്ദ്ര എഴുന്നേക്ക്. എന്നെന്തിനാ പോലീസുകാരിൽ നിന്ന് രക്ഷിച്ചത്? നീ എന്റെ ക്ലാസ്മേറ്റ് ആയി പോയി. അത്രയുള്ളൂ? അങ്ങനെയാണെങ്കിൽ പേഴ്സണകത്ത് ക്ലാസ്മേറ്റ്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോ അല്ലേ വെക്കേണ്ടത്? ഇതിപ്പോ എന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അവിടെ കിടന്ന് കിട്ടിയതാ. കൊല്ലം മുമ്പത്തെ സംസ്ഥാന യുവജനോത്സവത്തിന് പങ്കെടുത്ത ഒരു 10ാം ക്ലാസ്സുകാരന് കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത ഐറ്റത്തിനൊക്കെയും സമ്മാനം നേടിയൊരു ഉണ്ടക്കണ്ണിയോട് ആരാധനയായിരുന്നു.
പിന്നീട് പഠിക്കാനുള്ള പുസ്തകം തുറന്നാൽ കാണുന്നത് അവളുടെ കണ്ണുകളായിരുന്നു. വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളൊക്കെ അവളെക്കുറിച്ചുള്ളതായിരുന്നു. പ്രീ ഡിഗ്രിക്ക് അവള് ചേരുന്ന കോളേജിലേ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചതാ. അങ്ങനെ ഇവിടെ എത്തി. അടുത്ത് പരിചയപ്പെട്ടപ്പോ അഹങ്കാരത്തിന്റെ ആൾ രൂപം. അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി വെറുക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി. പകല് മുഴുവൻ വെറുത്ത് 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 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ അവളോട് ഇപ്പോഴും ഇഷ്ടമാണ് എന്നാ കണ്ണുകൾ ഓർമ്മിപ്പിച്ചു. പ്രസംഗ മത്സര വേദിയിൽ കയ്യടി നേടിയ പൊടിമീശക്കാരനെ അവളും ശ്രദ്ധിച്ചിരുന്നു. പ്രീ ഡിഗ്രിക്ക് ചേരുന്ന കോളേജില് അവനും ഉണ്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അവനെ ക്ലാസ്മേറ്റായി കിട്ടിയിട്ടും മറ്റുള്ളവരോട് കാട്ടുന്ന അടുപ്പവും സ്നേഹമൊന്നും അവൾക്ക് കിട്ടാണ്ടായപ്പോ കാരണം ഉണ്ടാക്കി വഴക്കടിച്ചു. പകല് മുഴുവൻ വഴക്കിട്ട് രാത്രി അവന്റെ പേരിട്ട തലേണയും കെട്ടിപ്പിടിച്ച് ഉറങ്ങി. പക്ഷെ പൊടിമീശക്കാരൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. കോഴ്സ് കഴിഞ്ഞൊരു ജോലി സമ്പാദിച്ചിട്ട് വന്ന് വിളിച്ച കൂടെ പോരുമെന്നാണ് അവനറിയേണ്ടത്. കൂടെ പോന്ന എത്ര രഹസ്യമാക്കി വെച്ചിട്ടും സുഖവും താരയും തമ്മിലുള്ള പ്രേമം കോളേജിലെ പരദൂഷണ സദസ്സുകളിൽ പാട്ടായി, ചുവരുകളിൽ വാർത്തയായി. അതോടെ കോളേജിൽ വെച്ച് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും കഴിയില്ലെന്നായി. ഈ സമയത്താണ് ജാനുവരിയിൽ തിരുവനന്തപുരത്ത് സ്റ്റുഡൻസ് ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഒരാഴ്ചക്കാലം ആരും അറിയാതെ സ്വസ്ഥമായിട്ട് അവിടെ കഴിയാമല്ലോ എന്ന് ഓർത്തപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി താരയ്ക്കും സുഖുവിനും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽസിന് സമ്മാനം കിട്ടിയ സർട്ടിഫിക്കറ്റുകളുമായി സുഖു തിരുവനന്തപുരത്ത് പോയി വന്നൊരു ദിവസം രാജീവ് ഗാന്ധി വധത്തിലെ മുഖ്യ സൂത്രധാരൻ ശിവരശനും കൂട്ടാളി ശിവയും ഉൾപ്പെടെ 7 തമിഴ് പുലികൾ ജീവനൊടുക്കി. സോറി അളിയ, തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചറിഞ്ഞ വഴി വീട്ടിലൊന്ന് കയറി. അതാ ലേറ്റായി പോയത്. അതിന്റെ കൂടെ കോനസ്റ്റ് പിടിക്കാൻ സ്റ്റുഡൻസ് ക്യാമ്പിന് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയ താരയുടെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ച് മറന്നുപോയി. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം അത് പോയി എടുത്തോണ്ട് വരാൻ. തമിഴ് പുലികളുടെ പതിവനുസരിച്ച് ഈ തമിഴ് പുലി അളിയന്റെ ആരാ? അമ്മായിയപ്പനോ? സ്വയം ചെന്നൈയിൽ വെടിവെച്ച് മരിക്കുകയായി. സത്യം പറ, നിനക്കിനി വല്ല തമിഴ് പുലി പെണ്ണുമായിട്ട്? നമ്മളെ അങ്ങ് വിട്ടേക്ക്, നമ്മളൊന്നും ആ റേഞ്ച് വരെ എത്തിയിട്ടില്ലേ. അല്ല, നിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. എന്റേത് മാത്രമായ പൊടിമീശക്കാരന് നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. സത്യം പറടാ, ഏതെങ്കിലും പെമ്പിള്ളാരുടെ കയ്യിൽ നിന്ന് തലയുടെ മർമ്മത്തിനിട്ട് വല്ല തട്ടും കിട്ടിയോ? എന്തെഴുതണമെന്നോ എങ്ങനെ എഴുതണമെന്നോ എനിക്കറിയില്ല. മനസ്സ് കന്നിപ്പൂരത്തിന്റെ മായക്കാഴ്ചകളിൽ മതിമറന്നു പോയ ഒരു കുട്ടിയെ പോലെ തോന്നുന്നു. നിനക്ക് എവിടെ കിട്ടി? കശ്മല, പണ്ട് നീ എന്താ പറഞ്ഞത്? ക്ലാസ്സിലെ പെൺകുട്ടികളുമായിട്ട് പരിഭാവന ബന്ധമേ പാടുള്ളൂ എന്നല്ലേ? എന്നിട്ട് നീ ഒരു ക്ലാസ്മേറ്റിനെ തന്നെ പ്രേമിച്ചു, അവളുമായിട്ട് ഒരു രാത്രി ഒരുമിച്ച് കഴിയുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, അന്ന് രാത്രി നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞില്ലടാ. ഭരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എടാ, ഒരു സുഹൃത്തിനോട്, അതും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ പോസ്റ്റ് പോലെ തുറന്ന മനസ്സുള്ള സുഹൃത്തിനോട് നീ ഇങ്ങനെ ഒരു ഫൗൾ കാണിക്കരുതായിരുന്നു. സത്യം എന്റെ കൂടെയാടാ, അല്ലെങ്കിൽ ഈ കത്ത് ഞാൻ കാണില്ലായിരുന്നു. അതിന് മാത്രമല്ല ഒന്നും ഇല്ലല്ലോ. അടിവരയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ, വായിക്കാം. നിന്റെ ഓരോ കരസ്പർശവും 1000 ഇതിലുള്ള പൂ പോലെ, ആരും കേൾക്കാത്ത സംഗീതം പോലെ എന്റെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് മധു നുകരുന്നൊരു ചിത്രശലഭത്തെ കണ്ടപ്പോ അറിയാതെ ഞാൻ നിന്നെ ഓർത്തുപോയി. ഈ മധു നുകരുന്ന ചിത്രശലഭത്തെ കണ്ടപ്പോ അവള് നിന്നെ ഓർക്കാൻ കാരണം എന്തളിയാ? എടാ, അതന്ന് ഞങ്ങൾ അങ്ങനെ തൊട്ടുരുമയൊക്കെ ഇരുന്നില്ലേ, അതവൾ ആലങ്കാരികമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അതായിരിക്കും. അപ്പൊ ഇതോ, അന്ന് നീ തൊടുത്തുവിട്ട പ്രേമബാണങ്ങൾ ഏറ്റെന്റെ. അതിന് നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമില്ല. പ്രധാനപ്പെട്ടൊരു ഭാഗം വായിക്കാൻ തുടങ്ങിയതാ അപ്പോഴാ. വിവരക്കേട് കാണിക്കാടാ. ഇവിടെ കിടന്ന് കൂവി ബേളം ഉണ്ടാക്കിയ ഇവിടെ ആളുണ്ടെന്ന് അറിഞ്ഞ് ആ എസ്തപ്പാൻ അച്ഛൻ ഇറങ്ങി വരും. രാത്രിയായ കണ്ണിന്റെ കാഴ്ച പോകുന്ന അച്ഛന് ഈ പവർ കട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. ലൈറ്റ് അണഞ്ഞപ്പോ അറിയാതെ കൂവിപ്പോയതെന്റെ അച്ഛാ ക്ഷമി. ലൈറ്റ് അണയുമ്പോ കൂടെ ശീലം മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആയി പോകും.
വെള്ളം ഒഴിക്കണില്ലേ? ഇതിൽ വെള്ളം ഒഴിക്കാൻ ഇതിനകത്ത് മാവൊന്നും നട്ടിട്ടില്ല. പോടാ എണീച്ച്. ഇത് കഴുത്തിവിടെ ഇത് അവര് കൂടുതൽ കുടിച്ച് വഷളാകാതിരിക്കാനാ ഞാൻ അവർക്കൊരു കമ്പനി കൊടുത്തത്. ഈശോ, എന്തൊരു സൽക്കരണം. വെറുതെ അല്ല തന്നെ ഓസപ്പരന്ന് വിളിക്കുന്നത്. കറണ്ട് പോയത് കണ്ടില്ലൂടോ. പോയി ജനറേറ്റർ ഓൺ ചെയ്യും. ജനറേറ്റർ ലീക്ക് ആണോ? ലീക്കോ എന്തും കുന്തം ആയിക്കോട്ടോ. പിള്ളേരെ എനിക്ക് ചെവിതല തരാതെ കൂന്ന കേട്ടില്ലൂടോ. അവന്മാരുടെ ചെല്ലപ്പേര് വിളിക്കാൻ തുടങ്ങി. ഇനി തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് പോയി ജനറേറ്റർ ഓൺ ചെയ്യടോ. പോ. കർത്താവേ, എന്നെ കൊണ്ട് വിളിപ്പിക്കരുതേ. ആ കോല് കേട്ടാൽ അറിയാം അവൻ നിയമസഭയിലെത്ത്. ഫാദർ വടിവേലു, ലൈറ്റ് ഓൺ ചെയ്യലൂ. ഒടുക്കം വിളി കേട്ട്. അളിയ, നീ ആ കത്തിങ് താടാ. നാളെ ഒരു കോപ്പി എടുത്ത് ബിന്ദുവിന് കൊടുക്കാനാ. നല്ല ഭാഷ. ഈ കത്ത് നിന്റെ കയ്യിലിരുന്ന ശരിയാവില്ല. എന്റെ പെണ്ണിന്റെ ചാരിത്രത്തെ വെറുതെ സംശയിച്ചു എന്ന് വരും. അത് നിന്റെ കുഴപ്പമല്ല, ഈ കത്തിന്റെ കുഴപ്പമാ. അതുകൊണ്ട് താരാക്കുറുപ്പിന് പി സുകുമാരനോടുള്ള സ്നേഹത്തിന്റെ ഈ മാനിഫെസ്റ്റോ ഭദ്രമായിട്ട് എന്റെ ഡയറിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. ഓ, ആ കത്ത് അവിടെ ഇരുന്ന് കത്തുകുഞ്ഞുങ്ങളെ പ്രസവിക്കട്ടെ. ഈ വർഷം കോളേജ് യൂണിയൻ പിടിക്കാൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സതീശൻ പറ. ഈ കൊല്ലം SFK സ്ഥാനാർത്ഥികൾ ഭയങ്കര സ്ട്രോങ്. സമരം തുടങ്ങിയതോടെ പ്രീ ഡിഗ്രി പിള്ളേരും ഇപ്പൊ അവന്മാരുടെ കൂടാ. ഓഹോ, മരിച്ചു വർക്ക് ചെയ്തിട്ടും കഴിഞ്ഞ വർഷം ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് നമ്മൾ യൂണിയൻ ഭരിച്ചത്. ഈ കുറി അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. നമ്മുടെ MLA അച്യുതക്കുറുപ്പിന്റെ മകളെ നമ്മുടെ പാനലിൽ നിർത്തി മത്സരിപ്പിക്കണം. ഏത് ഡാൻസ് ചെയ്യുന്ന കുട്ടിയോ? അതെ, താരയെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആക്കി നിർത്തിയ ആ സീറ്റ് ഉറപ്പാ നമുക്ക് യൂണിയനും. കുറുപ്പ് സാറിനോട് ഞാൻ സംസാരിക്കാം. അതെ, അങ്ങനെ വെറുതെ സംസാരിച്ച പോരാ. നമ്മുടെ പാർട്ടി മുഖേന നല്ല സ്ട്രോങ് ആയിട്ട് പ്രഷർ ചെയ്യണം. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാ. അതൊക്കെ ഞാൻ ഏറ്റുന്ന. സതീശൻ ധൈര്യമായിട്ട് എന്ന് ഇലക്ഷൻ പ്രവർത്തനം തുടങ്ങിക്കോ. ആയിക്കോട്ടെ. പണിത്തൂലേ? നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? എടാ, കുറുപ്പ് സാർ MLA ആണെങ്കിൽ ഞാൻ MLAയുടെ MLA. അത് ഈ MLA എന്ന് വെച്ചാ എന്താ? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അത് ആ MLA. ഈ MLA എന്ന് വെച്ചാ മകളെ ലൈൻ അടിക്കുന്ന ആൾ. സതീശ, വാ മോനെ, നീ എന്താ വിചാരിച്ചെന്നെ കുറിച്ച്? എടാ, താരയെ കൈ കിട്ടിയാലേ അവളുടെ അച്ഛൻ എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറെ വെച്ച് ഈ അകത്തിരിക്കുന്ന പള്ളിക്കാത്തോട് ശശിയെ പോലെയുള്ള നൂറുകണക്കിന് അധികാരമോഹികളുടെ തലയിൽ കൂടെ ചവിട്ടിക്കിടന്ന് എനിക്ക് ഭാവിയിൽ MLA മന്ത്രിയോ ആകാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടാടാ കഴിഞ്ഞ 5 വർഷമായിട്ട് താര എന്റെ കൂടെ നിർത്തിയത്. എന്റെ അടുത്ത് ആ ജുകുമാരന്റെ കളി. താര നമ്മുടെ പാനലിൽ നിന്നാ അവര് തമ്മിൽ തെറ്റിപ്പിരിയുന്നുള്ള കാര്യം ഉറപ്പാ. ആ ഒരു ഗ്യാപ്പിൽ വേണം ഒരാശ്വാസം പോലെ എനിക്ക് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ തമ്മിലുള്ള അടുപ്പം ഇപ്പൊ രഹസ്യമൊന്നുമല്ല. നീ DSUന്റെ കാൻഡിഡേറ്റ് ആയാ പിന്നെ ആണാന്ന് പറഞ്ഞ് എനിക്ക് മീശം വെച്ച് നടക്കാൻ പറ്റില്ല. സുഖ, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. പാർട്ടിന്ന് അച്ഛന് ഭയങ്കര പ്രഷറുണ്ട്. എന്ന് വെച്ച് നീ അദ്ദേഹത്തിന്റെ മോളല്ലേ? പാർട്ടിക്കാരിയൊന്നും അല്ലല്ലോ. ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയണം. പറയാവുന്ന എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞു നോക്കി. ഇനി ഒന്നേ പറയാനുള്ളൂ, ഞാനൊരു SFK-കാരനെ പ്രേമിക്കുന്നു. അതും കൂടി പറഞ്ഞാ പിന്നെ ഒന്നും വേണ്ടി വരില്ല. ഇവിടെ പഠിച്ചാലല്ലേ ഇലക്ഷന് നിൽക്കേണ്ടി വരൂ. ഇതൊരു വല്ലാത്ത ഇടാകൂടമായല്ലോ. സുഖം ഇങ്ങനെ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ കൊടിയുടെ നിറമോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടത്. ഏത് കോലം കെട്ടിയാലും ആ ഇഷ്ടം ഒരു പോറല് പോലെ ഏൽക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇലക്ഷൻ അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ നമ്മളായിട്ട് തന്നെ നിന്നാ മതിയല്ലോ. നീ പറയുന്ന എനിക്ക് മനസ്സിലാവും, പക്ഷെ പാർട്ടിക്കാർക്ക് മനസ്സിലാവണ്ടേ? പാർട്ടിക്കാരുടെ സമ്മതം വാങ്ങിച്ചിട്ടാണോ നമ്മൾ സ്നേഹിച്ചത്? അല്ലല്ലോ. അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ തമ്മിലുള്ള ബന്ധം പാർട്ടിക്ക് അത്ര ദഹിച്ചിട്ടില്ല. അതിന്റെ കൂടെ നീ DSUന്റെ കാൻഡിഡേറ്റ് ആവാണെന്ന് കൂടി അറിയുമ്പോ അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഓക്കെ, ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷേ കോഴ്സ് കഴിഞ്ഞ് ജോലി സമ്പാദിച്ചിട്ട് വന്ന് വിളിക്കാന്നൊന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഇത്തിരി നേരത്തെ ആക്കണം. ഇപ്പോ ഈ നിമിഷം ഞാൻ ഇറങ്ങി വരാം. എവിടെയെങ്കിലും പോയി നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. പാർട്ട് ടൈം ജോലി ചെയ്തോ എങ്ങനെയെങ്കിലും ജീവിക്കാം. അപ്പൊ പിന്നെ എനിക്ക് സുഖം പറയുന്ന മാത്രം കേട്ടാ മതിയല്ലോ. അതല്ല, അച്ഛന്റെ തണലിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. എന്റെ ഗതികേടിനെ കളിയാക്കണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? DSUന്റെ കാൻഡിഡേറ്റ് ആവണം, അത്രയല്ലേ ഉള്ളൂ. ആർട്സ് ക്ലബ് സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറിയോ ഏത് സ്ഥാനത്തേക്ക് വേണേ മത്സരിച്ചോ. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ഈ വർഷം DSU ആരൊക്കെ ജയിച്ചാലും നീ ജയിക്കില്ല. അതിനെന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും.
നോമിനേഷൻസ് ആണ് ഫാദർ. അടിയും ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇലക്ഷൻ നടക്കണം. ശരി ഫാദർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. എന്നമോ പ്രചരണത്തിന് അധികം വെയിൽ കൊണ്ട് കറക്കല്ലേ. ആ മുരളി, നമ്മുടെ പ്രചരണം ഇന്ന് തുടങ്ങാണ്. ഈ വർഷം നിന്റെ പാട്ട് വെച്ചാണ് ഉദ്ഘാടനം. ശരിയല്ല, അതൊക്കെ ശരിയാ. നീ വന്നേ. നവീന കവിതകൾ ഇലക്ഷൻ ക്യാമ്പയിനിന് വേണ്ടി വന്നാണ് മാഡം. പ്രിയ സുഹൃത്തുക്കളെ, SFKയുടെ ഈ വർഷത്തെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയായി. അതിന് മുന്നോടിയായി നമ്മുടെ പ്രിയങ്കരനായ പാട്ടുകാരൻ മുരളി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നതാണ്. സഖാക്കളെ ലാൽ സലാം, സമരധീരരെ ലാൽ സലാം, വിയർപ്പൊഴുക്കി വേല ചെയ്ത സമരധീരരെ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. നിങ്ങൾ ചോര ചിന്തി ചിന്തി തന്നതല്ലയോ, തന്നതല്ലയോ ഞങ്ങൾ കയ്യിലേന്തിടുന്ന ചെങ്കൊടി, ചെങ്കൊടി. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന കോളേജ് ഇലക്ഷനിൽ DSUവിന്റെ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കോളേജിലെ പാട്ടുകാരനും നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരനുമായ മുരളി ഒരു ഗാനം ആലപിക്കും. തിരുനെറ്റിക്കൊരു തിലകം ചാർത്തി അവകാശങ്ങൾ പിടിച്ചടക്കാൻ നേടിയെടുത്തവ നിലനിർത്താൻ വരുന്നു ഞങ്ങൾ. DSU, DSU, DSU. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം.
കാര്യമില്ല. സതീഷ, കഴിഞ്ഞ തവണ SFKന്റെ ഒരു പോസ്റ്റർ കീറിയതിന് കിട്ടിയ പാട് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പത് വേണോ പോസ്റ്റർ ഇടാ? ആ പോസ്റ്റർ വേണ്ടെങ്കിൽ പാടാ. പക്ഷേ നീ എന്താ കാണിക്കുന്നത്? നമ്മുടെ പോസ്റ്റർ അല്ലേ? നമ്മുടെ പോസ്റ്റർ തന്നെയാടാ. മോനെ, ഇത് ചെയ്തത് ഞാനാണെന്ന് നീ പറഞ്ഞാ പോലും ഇവിടത്തെ പിള്ളേര് വിശ്വസിക്കില്ലടാ. എന്തത്? ഇതാ ചക്കക്കുട്ടി. ചക്കയോ? ആ, നമ്മുടെ താരമോളെ ഇത്രയും നല്ല രീതിയിൽ അപമാനിച്ചതിന് പി സുകുമാരനും SFKയ്ക്കും ഈ കോളേജിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല മോനെ. ഇത്തവണത്തെ ഇലക്ഷൻ നമ്മൾ തന്നെ തൂത്തുവാരും അളിയാ. നീ ഒട്ടിച്ച രീതിയൊക്കെ കണ്ടില്ലേ? കണ്ടു. വായി നോക്കി നിൽക്കാറ, പോയി എല്ലായിടത്തും ഒട്ടിക്കണം. വൃത്തികെട്ടവനെ സൂക്ഷിച്ചൊട്ടിക്കുന്ന ചക്കരെ. ചക്കയോ? ഫോട്ടോയെക്കാളും വരച്ചപ്പോഴാ കാണാൻ പറ്റി അല്ലേ? ചേച്ചി, ചേച്ചിക്ക് പറ്റിയ ചിഹ്നം. ഈ ചക്കയ്ക്ക് ഉപ്പുണ്ടോളിയാ? ടേസ്റ്റ് ചെയ്ത് നോക്കിയാ അറിയാളിയാ. ഇത് സുഖുവിന്റെ പണിയാ. അവനെ ഇത്രയ്ക്ക് മുഴുവനാകാൻ പറ്റും. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാനല്ല. നമസ്കാരം. നമസ്കാരം. വോട്ടൊക്കെ നമുക്ക് തന്നെ അല്ലേ? സതീഷ, അതെ, ഇത് നമ്മുടെ മാധവിയുടെ അനിയനാ. നീ പോടാ. അത് പിന്നെ പറയാതെ എനിക്കവിടെ മാധവിയുടെ അനിയൻ നമുക്ക് തന്നെ അല്ലേ? ചെയ്യാം. നിങ്ങളാണ് നമ്മുടെ ബലം കേട്ടോ. കഷ്ടം. ഇത് കണ്ടില്ലേ? സ്ഥാനാർത്ഥികളെ കരിവാരത്തേച്ച് കാണിക്കുന്ന പാരമ്പര്യമൊന്നും DSUക്കാർക്കില്ലേ? അതെ, നമ്മളൊക്കെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ മനസമാധാനത്തോടെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടാ. അത് ഓർത്ത് വേണം വോട്ട് ചെയ്യാൻ. ഇങ്ങനെയുള്ള വോട്ട് മുഴുവൻ വാങ്ങിച്ചെടുത്ത ഇലക്ഷൻ കഴിയുമ്പോ ഞങ്ങളൊക്കെ തലവഴി മുണ്ടുവിട്ട് നടക്കേണ്ടി വരുമല്ലോ നേതാവേ. വാ പറയട്ടെ. വന്നേ. നീ കൈയെടുത്തേ. നീ കൈയെടുക്കാൻ അനങ്ങരുത്. ആരേലും സൈക്കിൾ ചെയ്യാനാ ഉള്ളത്. അതിട്ട് നിന്റെ കഴുത്തിലൊരു പിടി പിടിച്ചാണല്ലോ. നീ വിട്ടറന്നിട്ട് കൈവിടെ ഒടിഞ്ഞ കയ്യാന്ന്. ആരാടാ ഇത് ചെയ്തത്? ആരാ ഇത് ചെയ്തതെന്ന്? ഇത് തന്നെ എനിക്കറിയാനുള്ളത്. ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ പോസ്റ്ററിൽ ഏത് തന്തയില്ലാത്തവനാ ഇത് ചെയ്തത്? മോനെ കഞ്ഞിക്കുഴി, നട്ടപ്പാതിരാക്കി വന്ന് സ്വന്തം സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഇത്തരം വേണ്ടാതീരം കാണിക്കാനുള്ള ബുദ്ധി ഈ തന്തയില്ലാത്തവന്റെ തലയിലെ ഉദിക്കൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാം. തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ കാലത്ത് തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? ഇലക്ഷൻ കഴിയുന്നവർ ഇവനെ ഇങ്ങനെ അറവുമാറിനെ പോലെ കൊഴിപ്പിച്ച് നിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യം. അറിഞ്ഞോ? റസിയ ബാപ്പയുടെ കൂടെ TC വാങ്ങിക്കാൻ ഓഫീസിൽ നിൽക്കുന്നു. സുഖു, ഇവിടെ വഴക്കെടുന്ന കട പോയി വോട്ട് ചെയ്യും. റസിയക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാ BBC ചെല്ല്. പോയി എല്ലാവർക്കും ന്യൂസ് പെട്ടെന്ന് എത്തിച്ചു കൊടുക്ക്. അതെ, വോട്ടിന് വേണ്ടിയല്ല, ഞാനും താരയും തമ്മിലുള്ള ഉടക്ക് മൂപ്പിക്കാനാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. അവൾ എന്റെ പെണ്ണ. നിന്റെ പാർട്ടി പാനലിൽ മത്സരിക്കാതിരിക്കാൻ എന്നോടൊപ്പം ഇറങ്ങി വരാന്ന് പറഞ്ഞ പെണ്ണ്. അവളെ എന്നേക്കുമായി എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാന്നുള്ള നിന്റെ പൂതിയുണ്ടല്ലോ, അത് വെറുതെയാ. ഈ വീറും വാശിയൊക്കെ ഇലക്ഷൻ കഴിയുന്നവരെ ഉള്ളടാ. അതിനപ്പുറം പിണങ്ങി നിൽക്കാൻ എനിക്കോ അവൾക്കോ കഴിയില്ല. അതാണ് ഈ സ്നേഹത്തിന്റെ ഒരു കെമിസ്ട്രി. അത് നിന്നെ പോലെയുള്ള തൊഴുത്തിൽ കുത്തികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. സതീഷ, എന്താ ഇനി അവര് തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് നീ സ്വപ്നം കണ്ടതൊക്കെ വെറുതെയാ. ഇലക്ഷൻ കഴിയുമ്പോ അവൻ അവളെങ്ങനെ കൊണ്ടുപോകും. ഇത്രയും കാലം ഓട്ടത്തൊട്ടില്ല നമ്മൾ വെള്ളം കോരിയത്, മനസ്സിലായോ? എടാ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാടാ താര സുഖുവിന് എഴുതിയ കത്ത് നിന്നെ കൊണ്ട് പൊക്കിച്ചത്. ഓട്ടത്തൊട്ടിയില് വെള്ളം കോരിയത് ഞാനല്ല, അവനാ സുകുമാരൻ. ലോകത്തൊരു കാമുകനും ചെയ്യാത്ത ചതിയാടാ സുഖു താരയോട് ചെയ്യാൻ പോകുന്നത്. അത് അവനല്ല ചെയ്തതെന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും താര വിശ്വസിക്കില്ല. നീ എന്താ ചെയ്യാൻ പോണെന്ന് തെളിച്ചു പറ. എന്താ ചെയ്യാൻ പോകുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സിനിമ വന്നിട്ടുണ്ട്. സാറുമാരും വിദ്യാർത്ഥി പ്രതിനിധികളും ഇരിക്കുന്ന സദസ്സിൽ ഒരു ബോംബ് പോലെയാണ് ഇത് പുറത്തു വരാൻ പോകുന്നത്. ഇലക്ഷൻ റിസൾട്ടിന്റെ കൂടെ പൊട്ടുന്ന ഒരു പ്രേമ ബോംബ്. പണി പാളോ? നീ പാളിക്കാതിരുന്നാ മതി. ഇത് പാടാ. എന്തായി? ഇവളാകെ മൂഡ് ഓഫാ. എന്തിന്? അവന്മാരൊട്ടിച്ച് ആ പീറ പോസ്റ്റ് കണ്ടിട്ടാ. എന്റെ താരെ, അവന്മാര് തന്നെ അവഹേളിച്ചത് കണ്ടിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നു നടത്താൻ വിചാരിച്ചത്. എന്തായാലും ഉർവശി ശാപം ഉപകാരമായി. പ്രീ ഡിഗ്രി പിള്ളേരുടെയും പെൺകുട്ടികളുടെയും വോട്ട് സഹതാപ തരംഗത്തിൽ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. പിന്നെ തന്ത്രം പാളിയത് സുഖുവിനെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവൻ പുറത്തുനിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരടി നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇലക്ഷൻ കഴിയാൻ നിൽക്കണ്ട, തരപൊക്കോ. എന്നാ പോ നമുക്ക്. സതീഷ,
ഞാൻ വീട്ടിലേക്കാ പോകുന്നത്. റിസൾട്ട് ഔട്ട് ആവുമ്പോ അവിടേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പോ. പോട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. നിങ്ങളൊക്കെ ഇപ്പോഴാണോ വോട്ട് ചെയ്യാൻ വരുന്നത്? ക്യാമ്പയിനിങ്ങുമായിട്ട് കുറച്ച് തിരക്കിലായി പോയി. നമസ്കാരം സർ. സുഖം ഭായി. എന്താ ഇത്? എന്റെ പൊന്നു സുഖു, ചതിക്കല്ലേ, സാധനങ്ങളൊന്നും നശിപ്പിക്കല്ലേ.